എന്നെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരുമോ? സാർ കേൾക്കാം. ഒന്നുകൂടി എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഡോക്ടർ ഷൈനു. നമ്മളുടെ ഇന്നത്തെ ഈ വെബിനാർ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ എന്താണെന്ന് ചെറിയൊരു വിവരണത്തിൽ കൂടി നമുക്ക് ആരംഭിക്കാം. നമ്മളുടെ ഗവേഷണത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നുള്ള ഇടപെടലും സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട്, അതായത് സുസ്ഥിരമായ വികസനത്തെ നോട്ടം ഇട്ടുകൊണ്ട് എല്ലാ മേഖലകളിലുള്ള ഒരു മാറ്റത്തെയാണ് എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ ലക്ഷ്യം കാണുന്നത്. അവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണവും മനുഷ്യരാശിയുടെ നിലനിൽപ്പും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഫൗണ്ടേഷൻ മുന്നോട്ട് വെക്കുന്നത്. രാഷ്ട്രീയം, ഒരു രാഷ്ട്രീയവും ഇല്ലാതെ നമുക്കൊരു ഫൗണ്ടേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വെബിനാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, പരിസ്ഥിതി സംരക്ഷണവും മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെയാണ്. ഇന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമി അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പാരിസ്ഥിതിക വെല്ലുവിളികൾ നാം ഏവർക്കും അറിയാവുന്ന കൂട്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, മലിനീകരണം, ജൈവവൈവിധ്യ നഷ്ടം എന്നിവയെക്കുറിച്ചുള്ള ഒരു അവബോധം പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നതാണ് ഇന്നത്തെ ഈ വെബിനാറിന്റെ പ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഈ പ്രശ്നങ്ങൾ വെറും കേവലം പരിസ്ഥിതിയെ മാത്രമല്ല ബാധിക്കുന്നത്, പിന്നെ ആരെയും കൂടിയാണ്, നാം ഉൾപ്പെടെയുള്ള മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വരും തലമുറകളുടെ ഭാവിയെ നിർണയിക്കുന്നതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം എല്ലാ തലങ്ങളിലും നമുക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, സാമൂഹ്യ പ്രവർത്തകർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഉള്ളവരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും അവരുടെ എല്ലാവരുടെയും അറിവും അനുഭവങ്ങളും, അത് നേരിട്ടുള്ളതാകാം, ഗവേഷണമാകാം, ചർച്ചയാകാം, വായനയിൽ കൂടിയാകാം, എല്ലാ അറിവുകളെയും അത് പങ്കുവെക്കുവാനുള്ള ഒരു കുട, ഒരു അമ്പർലയായി നമുക്ക് ഈ വെബിനാറിനെ കാണേണ്ടതായിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് ഫൗണ്ടേഷൻ കാണുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള, സുസ്ഥിര വികസനം എങ്ങനെ സാധ്യമാക്കാം, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സന്തുലിതമായ ബന്ധം, റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ നിലനിർത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വെബിനാറിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത്തരം അറിവുകൾ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഈ വെബിനാറിൽ കൂടി നമുക്ക് ചർച്ച ചെയ്ത് ഉരുത്തിരിയേണ്ടതുണ്ട്. നമ്മുടെ ഭാവി തലമുറകൾക്കായി ഒരു മെച്ചപ്പെട്ട ലോകത്തെ സൃഷ്ടിക്കുക എന്ന വലിയൊരു ഒരു ഉത്തരവാദിത്വം ഫൗണ്ടേഷൻ ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഏവർക്കും അറിയാമല്ലോ, SDG സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2015 ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച 17 പരസ്പര ബന്ധിതമായ ആഗോള ലക്ഷ്യങ്ങളാണ് എന്നുള്ളത്. ഇന്ത്യയിൽ തന്നെ
ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിശപ്പരഹിത സമൂഹം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായിട്ട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, ആയുഷ്മാൻ ഭാരത്, സർവശിക്ഷ അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ഏവരും ഇന്ന് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യത്തിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം എന്നീ മേഖലകളിൽ ദേശീയ ശരാശരിയേക്കാൾ മികച്ച നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നോക്കൂ, ഹരിത കേരളം മിഷൻ പോലെയുള്ള പരിപാടികളുടെ പരിസ്ഥിതി സംരക്ഷണം, കുടുംബശ്രീ പോലെയുള്ള സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം. അതിനോടൊപ്പം തന്നെ നാം കണ്ടുമറഞ്ഞ ചില പ്രകൃതി ദുരന്തങ്ങൾ വളരെ അടുത്തതായി വയനാട്ടിൽ സംഭവിച്ചത്, കാലാവസ്ഥാ വ്യതിയാനം, നഗരവൽക്കരണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ വെല്ലുവിളികളാണ് നിലനിൽക്കുന്നത്. വളരെ റീസെന്റ്ലി ഞാൻ നമ്മളുടെ മാതൃഭൂമിയിൽ നമ്മളുടെ സഹദേവൻ മാഷിന്റെ ഒരു ആർട്ടിക്കിൾ ഏവരും വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ തന്നെ കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ ബോർഡറിലെ ചീമേനിയിലെ സ്ഥലം കണ്ണും നട്ട് ആണവ ലോബിയുടെ വലിയൊരു രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് മാതൃഭൂമിയിൽ സഹദേവ മാഷ് സംസാരിക്കുന്നു. എന്താണ് ആണവ ലോബി മുന്നിട്ട് നിൽക്കുന്ന അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആണവ നവോത്ഥാനത്തിനുള്ള തയ്യാറെടുപ്പ് എന്ന നിലയിൽ 2 വാദങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്ന് അവരെടുത്തു വെച്ചിരിക്കുന്ന വലിയ കാര്യം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ ഊർജോൽപാദനത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിസർജനം കുറയ്ക്കുവാൻ ആണവ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ആണവ സാങ്കേതിക വിദ്യാരംഗത്തെ നവീന കണ്ടുപിടുത്തങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണവ ഇന്ധന ക്ഷാമം പരിഹരിക്കാൻ പെടുമെന്നുള്ളതാണ് ഈ വാദം. ഇതിനെയൊക്കെ എതിർത്തുകൊണ്ടാണ് സഹദേവ മാഷ് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഇത്തരം ഒരു സാഹചര്യത്തിൽ EH ഫൗണ്ടേഷൻ ഇത്തരം ചർച്ചകൾ നടത്തുക എന്നുള്ളത് നാം പറയുന്നോട്ട് നമ്മളുടെ മുന്നോട്ടുള്ള സമൂഹത്തിന്റെ, നമ്മളുടെ ഭാവി തലമുറയുടെ നിലനിൽപ്പ് തന്നെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇത്തരം ചർച്ചകളും ഇത്തരം വെബിനാറുകളും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ തുറക്കുന്നത്. സാമൂഹിക പുരോഗതിയും പാരിസ്ഥിതിക സംരക്ഷണവും നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നതാണ് നമ്മുടെ ഭാവിയുടെ പ്രധാനമായ വെല്ലുവിളി. ഏകദേശം 2030 ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ EH ഫൗണ്ടേഷന് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെതായ കർമ്മ പദ്ധതികൾ, ലക്ഷ്യങ്ങൾ എന്നിവ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മുന്നോട്ടുള്ള യാത്രയിൽ അറിയാമല്ലോ, ഒരു ഫൗണ്ടേഷന്റെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടുത്തെ ഗവേഷകരും ഇവിടുത്തെ നയതന്ത്ര രൂപീകരണ വിദഗ്ധരുമൊക്കെയാണ്. എല്ലാവരുടെയുമായ കോൺട്രിബ്യൂഷൻ, സംഭാവനകൾ ചർച്ചകൾ കൂടിയും ചിന്തകൾ കൂടിയും എഴുത്തിൽ കൂടിയുമൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ രാജ്യത്തിന്റെ, നമ്മളുടെ ഈ സംസ്ഥാനത്തിന്റെ ഭാവിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഈ ഇന്നത്തെ ഈ ലക്ഷ്യങ്ങളെ കുറിച്ച്, ഇത്തരം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ഈ വെബിനാറിൽ നമ്മളുടെ സെഷൻ നയിക്കുവാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് വയനാട്ടിലെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ കമ്മ്യൂണിറ്റി അഗ്രോ ബയോഡൈവേഴ്സിറ്റി സെന്ററിലെ റിസർച്ച് ഫെലോയായ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീമതി ഏഞ്ചൽ എബ്രഹാം ആണ്. ഹൈദരാബാദിലെ CSMB ഇക്കോളജി ലാബ്, KSTA മലബാറി ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ട് പരിസ്ഥിതി ഗവേഷണത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും വിലപ്പെട്ട പരിചയ സമ്പത്താണ് ബഹുമാനപ്പെട്ട ഏഞ്ചലിന് ഉള്ളത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് സസ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം, ഒപ്പം തന്നെ നമ്മളുടെ UGCയുടെ CSR UGC നെറ്റ് വിത്ത് JRF, ICAR JRF തുടങ്ങി നിരവധി ഫെലോഷിപ്പുകൾ ഏഞ്ചൽ നേടിയിട്ടുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണം, സസ്യശാസ്ത്രം, പരിസ്ഥിതി പഠനങ്ങൾ തുടങ്ങിയ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലകളിൽ ഏഞ്ചലിന്റെ ഗവേഷണ പരിചയം വ്യാപിച്ചു കിടക്കുന്നു. GIS, വിഷയങ്ങളുടെ തിരിച്ചറിയൽ, മണ്ണ് പരിശോധന തുടങ്ങിയവയിൽ വനാന്തരീക്ഷത്തിലെ വിപുലമായ ഫീൽഡ് വർക്ക് എക്സ്പീരിയൻസും ഏഞ്ചലിന് ഉണ്ട്. ഒപ്പം വളരെ പേരുകേട്ട വന്ദന ശിവ പോലെയുള്ള പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടുള്ള ജൈവ സംരക്ഷണം, കാർഷിക സുസ്ഥിരത തുടങ്ങിയ പ്രധാന വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടെ വിവിധ പാരിസ്ഥിതിക നേതൃത്വ പരിപാടികളിലും ശില്പശാലകളിലും
ഏഞ്ചൽ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. തണ്ണീർത്തട സംരക്ഷണ സംരംഭം, അതുപോലെ തന്നെ കേരളത്തിലെ അക്രമകാരികളായ അന്യസസ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള വൈദഗ്ധ്യവും നമ്മളുടെ ഏഞ്ചൽ നേടിയിട്ടുണ്ട്. ശക്തമായ അക്കാദമിക് പശ്ചാത്തലം, ഗവേഷണ പരിചയം, പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത എന്നിവയുമായി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ ചർച്ചയ്ക്ക് ഏവരുടെയും അനുവാദത്തോടുകൂടി EH ഫൗണ്ടേഷൻ ശ്രീമതി ഏഞ്ചൽ ടി എബ്രഹാമിനെ വളരെ സ്നേഹത്തോടെ സെഷൻ നയിക്കുന്നതായിട്ട് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്നത് കേൾക്കാമോ? യെസ് കേൾക്കാം. കേൾക്കാം. സോ ഐ എം ഏഞ്ചൽ അബ്രഹാം. ഞാനിപ്പോൾ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ റിസർച്ച് ഫെല്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ മെയിൻ ഇപ്പോൾ കറന്റ്ലി ഉള്ള സ്റ്റഡീസ് എന്ന് പറയുന്നത് കാർബൺ സ്റ്റോക്കിലാണ്. മുന്നിൽ ഷൈനു പറഞ്ഞതുപോലെ തന്നെ മുൻപ് വെസ്റ്റേൺ ഘാട്ടിലെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഫോറസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ മാത്രം പറയുക എന്നതിലുപരി നമുക്ക് എല്ലാവർക്കും ഒരു ചർച്ച പോലെ എടുത്ത് ഇതിൽ എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ഐക്യരാഷ്ട്ര സംഘടനയുടെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വൈകാതെ ഞാൻ എൻ്റെ പ്രസന്റേഷനിലേക്ക് പോവാണ്. അതിനുശേഷം നമുക്ക് ചർച്ചകളിലേക്ക് തുടങ്ങാം. എന്റെ സ്ക്രീൻ കാണാമോ? കാണാം. ഓക്കെ, റൈറ്റ്. സോ സുസ്ഥിര വികസനത്തെ കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ 1945 സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് നമ്മുടെ ലോകത്ത് ഒരു സമാധാനം കൊണ്ടുവരണം, എല്ലാ രാജ്യങ്ങളും ഒത്തൊരുമിച്ച് സമാധാനത്തിലേക്കും എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് വരണം എന്നുള്ള ലക്ഷ്യമായിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതില് തുടർന്ന് പല ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ആഡപ്പ് ചെയ്യുകയും പല പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ഓർഗനൈസേഷൻസ് ആയിട്ട് അത് മാറുകയും ചെയ്തു. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു മൊത്തം പിക്ചറാണ്. ഇതിൽ നമ്മൾ മുന്നേ കണ്ടു പരിചയമുള്ളതും പരിചയമില്ലാത്തതും പല ഓർഗനൈസേഷൻസും പ്രോഗ്രാംസും ഉണ്ട്. UNEP നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, ആൻഡ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, UNICEF, UNESCO, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല ബോഡീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസും എന്ത് ചെയ്യുകയുണ്ടായി, യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവരികയുണ്ടായി. ഓരോ മേഖലയിലും പ്രത്യേകം ഫോക്കസ് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാനും ലോകത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടി അവരുടെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഒരു സ്ട്രക്ചറിലേക്ക് ഐക്യരാഷ്ട്ര സംഘടന മാറുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ 2000 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ മില്ലേനിയം ഡെവലപ്മെന്റൽ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് 8 ഗോളുകളുമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വന്നിരുന്നു. സോ അത് മൊത്തത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിലേക്ക്, മൊത്തത്തിലുള്ള ഒരു വികസനത്തിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് 2015 എന്ത് ചെയ്യുന്നത്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. സോ 2015 കൂടി മില്ലേനിയം ഡെവലപ്മെന്റൽ ഗോൾസ് അവസാനിക്കുകയും അതിനോടൊപ്പം തന്നെ 2012 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന കോൺഫറൻസിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും
അതിനുശേഷം 2013 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസ് ഡ്രാഫ്റ്റ് ചെയ്യുകയും ചെയ്തു. സെപ്റ്റംബർ 25, 2015 കൂടിയിട്ടാണ് 193 UN അംഗമായിട്ടുള്ള രാജ്യങ്ങൾ കൂടി ചേർന്ന് 17ഓളം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസിനെ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഒപ്പിട്ടത്. 2030 ആവുമ്പോഴത്തേക്കും ഈ പറയുന്ന എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് ടാർഗറ്റഡ് ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റണമെന്നും അതിൽ പറയുന്ന ലക്ഷ്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണമെന്നുള്ള ഒരു ഉടമ്പടിയിലായിരുന്നു ഈ പറയുന്ന 193 രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ന്യൂയോർക്കിൽ വെച്ചിട്ടാണ് ഈ സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ അതില് 17 SDGs എന്നുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 169 ടാർഗറ്റുകളുമാണ് എല്ലാ രാജ്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ട്രാൻസ്ഫോമിംഗ് അവർ വേൾഡ്, ദ 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായിരുന്നു അജണ്ടയുടെ ഒരു ഹെഡിങ് അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ 17 ഗോളുകളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോളുകളായിട്ട് വരുന്നത്. ഒന്നാമത്തേത് ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക, രണ്ടാമത്തേത് പട്ടിണി ഇല്ലാതാക്കുക, മൂന്നാമത്തേത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക, നല്ല വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതായിരുന്നു 4ാമത്തെ ലക്ഷ്യം. 5ാമത്തെ ലക്ഷ്യം ജെൻഡർ ഈക്വാലിറ്റി, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ അവസരങ്ങൾ കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, നല്ല വെള്ളം, അതേപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള അന്തരീക്ഷം, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ടുള്ള എനർജി, അതായത് പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവർക്കും ജോലി ഉറപ്പുവരുത്തുക, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റവും അതിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തുക. അതേപോലെ ഇൻഡസ്ട്രിയൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫാക്ടറി തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ, പൈസ കുറച്ചിട്ടുള്ള രീതിയിൽ, പൊല്യൂഷൻസ് കുറച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഇന്നോവേഷൻ ഉള്ള ഒരു സൊസൈറ്റീനെ ഉണ്ടാക്കുക. ഇനീക്വാലിറ്റീസ്, അതായത് തുല്യത എല്ലായിടത്തും, എല്ലാ രാജ്യങ്ങൾ തമ്മിലും, രാജ്യങ്ങൾക്കിടയിൽ തന്നെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിലും ഒക്കെ ഉറപ്പുവരുത്തുക. അതേപോലെ സെൽഫ് എക്വിപ്ഡ് ആയിട്ടുള്ള സിറ്റികൾ രൂപീകരിക്കുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റികൾ രൂപീകരിക്കുക. കൺസംഷനും പ്രൊഡക്ഷനും, അത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൺസംഷൻ അതൊരു ബാലൻസിൽ കൊണ്ടുപോവുക, ഒരിക്കലും അത് വേസ്റ്റ് ആക്കാത്ത രീതിയിൽ കൊണ്ടുപോവുക. ക്ലൈമറ്റ് ആക്ഷൻ എടുക്കുക, അതാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസിൽ വളരെ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. സോ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ അതിനെ ചെറുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ സയന്റിസ്റ്റുകളുടെ ഇടയിൽ വലിയ പാനൽ ഡിസ്കഷൻസ് നടത്തുക, അത് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് എല്ലാ ടയറിലുള്ള, അതായത് ഫോർ എക്സാമ്പിൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലും ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിലും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലെല്ലാം മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ക്ലൈമറ്റ് ആക്ഷൻ ചെയ്യുക. വെള്ളത്തിന് താഴെയുള്ള ഡൈവേഴ്സിറ്റിനെ സംരക്ഷിക്കുക, അതായത് പലപ്പോഴും സമുദ്രത്തിനടിയിലുള്ള ജീവജാലങ്ങളെ പറ്റിയിട്ടും അവിടുത്തെ ആവാസ വ്യവസ്ഥകളെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ കരയിലുള്ള അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിലുള്ള എക്കോസിസ്റ്റത്തിനേക്കാളും കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. സോ അത്തരത്തിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കറക്റ്റായിട്ട് അഡ്രസ് ചെയ്യുക, അത് വേണ്ടതുപോലെ പരിഹരിക്കാൻ വേണ്ടി പറ്റുക. അതിനുശേഷം ലൈഫ് ഓൺ ലാൻഡ്, കരയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ കരയിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുക, അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. ദെൻ പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സമാധാനവും അല്ലെങ്കിൽ എല്ലാവരും തമ്മിൽ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന രീതിയിൽ എല്ലാ രാജ്യങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുക. ഏറ്റവും അവസാനത്തെ ഗോളായിട്ട് പറയുന്നത് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പറയുന്ന ഗോളുകളെയൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. സോ ഓരോന്നോരോന്നായിട്ട് എന്തൊക്കെയാണ് 2023 ആയപ്പോഴത്തേക്കും എന്തൊക്കെ സംഭവിച്ചു, ഈ ഒരു റേറ്റിൽ പോകുകയാണ് എന്നുണ്ടെങ്കിൽ
2030 ആവുമ്പോഴത്തേക്കും നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒന്നാമത് പറഞ്ഞിരുന്നത് നോ പോവർട്ടി ആയിരുന്നു, അതായത് ദാരിദ്ര്യം ഇല്ലാതാക്കുക. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക് നീഡ്സ് ആണ്, ഫുഡ്, ഷെൽട്ടർ, അതേപോലെയുള്ള കാര്യങ്ങൾ. സോ അത് എല്ലാവർക്കും ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള നീഡ്സ് എൻഷുർ ചെയ്യുക എന്നുള്ളതായിരുന്നു നോ പോവർട്ടി ഗോളിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇപ്പൊ പോകുന്ന രീതിയിലാണ് ഈ ദാരിദ്ര്യം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ 573 മില്യൺ പീപ്പിളും എക്സ്ട്രീം പോവർട്ടിയിൽ തന്നെ 2030 നിലനിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ നമുക്ക് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണിത്, അല്ലെ? അപ്പൊ നമ്മുടെ ഒരു പ്രത്യേക ശ്രദ്ധ പോവർട്ടി എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം 573 മില്യൺ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യ അല്ല. സോ ഈ ഒരു ട്രെൻഡ് തുടർന്നു പോവുകയാണെങ്കിൽ 1/3 വിഭാഗം രാജ്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, പോവർട്ടി ലെവലിലെ താഴെ എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ അതിന് പോവർട്ടി ലെവലിൽ താഴെയുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തത്തുള്ളൂ. ആൻഡ് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, സോഷ്യൽ പ്രൊട്ടക്ഷനോ ഒന്നുമില്ലാതെ വൾണറബിൾ ആയിട്ട് തന്നെ നിലനിൽക്കും. സോ അതുകൊണ്ട് പോവർട്ടി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യം 2023 എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എസെൻഷ്യൽ സർവീസസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ പ്രൊട്ടക്ഷൻ, ഇതിലൊക്കെ 2015 അപേക്ഷിച്ച് 2021 ആയപ്പോഴത്തേക്കും വളരെയധികം അതിലൊന്നും ശ്രദ്ധ ചെലുത്താൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് അതിന്റെ പെർസെന്റേജ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടാൻ പറ്റുന്നില്ല. അതിനൊക്കെ വേണ്ടി ഗവൺമെന്റിന് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഒത്തിരി അധികം പൈസ ചെലവഴിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പൊ അതെന്താണ്, ഭാവിയിൽ ഇനി വരുന്ന കൊല്ലങ്ങളിലേക്കും ഇത് വലിയൊരു ചലഞ്ചായിട്ട് തന്നെ നിൽക്കും. അതായത് ഈ പൈസ ഹെൽത്തിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും സോഷ്യൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നമ്മൾ മുടക്കേണ്ട പൈസ എന്ത് ചെയ്യുന്നില്ല, കുറയില്ല, കൂടുകയേ ഉള്ളൂ. അപ്പൊ ഈ പോവർട്ടി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം എന്താണ്, വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുക തന്നെ വേണം. അടുത്തൊരു കാര്യം പറയുന്നത് ഹങ്കർ ആണ്. സോ പട്ടിണി എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. വേണ്ട രീതിയിൽ ഭക്ഷണത്തിന്റെ അളവ് മാത്രമല്ല, കിട്ടുന്ന ഭക്ഷണത്തിൽ എന്ത് കിട്ടുന്നില്ല, വേണ്ട രീതിയിലുള്ള ന്യൂട്രിയൻസ് ഇല്ല എന്നുള്ളതും ഒരു വല്ലാത്ത പ്രശ്നമാണ്. 600 മില്യൺ ആൾക്കാരിൽ അധികം പേര് പട്ടിണി കിടക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രൊജക്ട് ചെയ്ത് നമ്മൾ ഇതുവരെയുള്ള ഡാറ്റ വെച്ച് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതും ഒരു ചെറിയ സംഖ്യയല്ല. അതുപോലെ തന്നെ ഫുഡിന്റെ വില, പൈസ കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ഫുഡ് ഇൻസെക്യൂരിറ്റി, 1/3 ആൾക്കാരും ഫുഡ് ഇൻസെക്യൂരിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. ഇതില് ചെറിയ പ്രോഗ്രസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഹങ്കർ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് എഫേർട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ് ഇത്രയും കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. ഇനി 5 വയസ്സിൽ താഴെയുള്ള 148 മില്യൺ കുട്ടികൾക്ക് ഗ്രോത്ത് സ്റ്റണ്ടഡ് ആണ്. അതേപോലെ തന്നെ മാൽന്യൂട്രിയന്റ് ആയിട്ടുള്ള 45 മില്യൺ കുട്ടികളുണ്ട്. അതേപോലെ തന്നെ 37 മില്യൺ കുട്ടികൾ എന്താണ്, ഓവർ വെയിറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഹങ്കറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 2030 ആവുമ്പോഴത്തേക്കും ഇതെല്ലാം കളഞ്ഞുകൊണ്ട് നോ ഹങ്കർ എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇനിയും അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ ഒരു ലക്ഷ്യം പറയുന്നത് നല്ല ഹെൽത്തും വെൽബീയിങ്ങുമാണ്. സോ എല്ലാവർക്കും എന്ത് കിട്ടുക, വേണ്ട രീതിയിലുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കിട്ടുക, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരുമ്പോൾ അതിന് വേണ്ട മരുന്നും മറ്റ് വാക്സിനേഷനും കാര്യങ്ങളെല്ലാം കിട്ടുക എന്നുള്ളതാണ്. സോ ഗ്ലോബൽ ഹെൽത്ത് ഔട്ട്കംസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. കൊറോണ വന്നതോടുകൂടി കുറെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കൂടി. എന്നിരുന്നാൽ പോലും 25 മില്യൺ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, റുട്ടീൻ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ, അതായത് വാക്സിനേഷൻ പ്രോഗ്രാമുകളിൽ നിന്നെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ടായി പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതും എന്ത് ചെയ്യേണ്ടതുണ്ട്, വ്യക്തമായിട്ട് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓരോ 2 മിനിറ്റിലും
ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു ലക്ഷ്യം പറയുന്നത് ക്വാളിറ്റി